ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ ഇതാ 2 മുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു കാടമുട്ടയും ഒരു നോർമൽ മുട്ടയാണ് കേട്ടോ. അങ്ങനെ മുട്ടയെല്ലാം കഴിച്ചു. പിന്നെ ഇതാ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായത്. ദോശയും സാമ്പാർ കറിയും. പിന്നെ ഇന്നലെ രാത്രിയത്തെ കുറച്ച് മീൻമുളക് ഇട്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു നീരും കൂടി കുറച്ചെടുത്തിട്ടുണ്ട്. സൈഡിലൊരു അച്ചാർ പോലെ. പിന്നെ ഇതാ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കും കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ മാങ്ങ ഉപ്പിലിട്ടത് എടുത്തിട്ട് കുറച്ച് കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് പച്ചക്കായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പ. അപ്പോൾ അത് വറവാക്കാമെന്ന് വിചാരിച്ചു. പച്ചക്കായ ഉണ്ടെങ്കിൽ പിന്നെ 2-3 ദിവസം പച്ചക്കായ കൊണ്ട് വറവും കറിയും തന്നെയായിരിക്കും കേട്ടോ. പച്ചക്കായ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ കുറച്ചധികം വാങ്ങിക്കുമല്ലോ. പിന്നെ അതിനെ കൂടെ വേറൊന്നും പിന്നെ ആക്കാനില്ലല്ലോ. അങ്ങനെ അത് മൊത്തം തോലെല്ലാം മൊത്തത്തിൽ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞ് അതും കൂടി പീൽ ചെയ്യാൻ. പക്ഷെ മുരിങ്ങ പീൽ ചെയ്യുന്നത് എന്നെക്കൊണ്ട് പറ്റിയ പണിയല്ല. ഞാനത് പീൽ ചെയ്ത് ഉള്ളിലെ സംഭവം എല്ലാം പുറത്തേക്ക് വരും കേട്ടോ. അപ്പം ഞാൻ ആ പണി അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 2 പീൽ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുരിങ്ങൻ്റെ ബാക്കി പണിയെല്ലാം ഉമ്മയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ എൻ്റെ സൗണ്ടെല്ലാം നല്ല രീതിക്ക് മാറിയതിന് ഭയങ്കരമായിട്ട് തണുപ്പ് പിടിച്ചിന് കേട്ടോ. കണ്ണും മൂക്കെല്ലാം ഒരുപോലെയുണ്ട്. എനിക്ക് തണുപ്പ് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണെന്നും മൂക്കെന്നെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. കണ്ണെല്ലാം ഇങ്ങനെ നിറഞ്ഞ് വെള്ളം വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് വീഡിയോയിൽ ഇങ്ങനെ കുറച്ച് ഡിലേ ആയി പോകുന്നത്. ഡെയിലി ഓരോ വീഡിയോ വെച്ചിട്ട് ഇടണം എന്നല്ല വിചാരിക്കുന്നതേനു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തണുപ്പ് പിടിച്ചു പോയി. അങ്ങനെ ഇതാ പച്ചക്കായെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആദ്യമേ പീൽ ചെയ്ത് വെച്ച ആ ഒരു പച്ചക്കായ്ക്കെല്ലാം കളർ മാറിയിട്ടൊരു ബ്ലാക്ക് കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൈയെല്ലാം ഫുള്ള് ബ്ലാക്ക് കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എന്ത് ചെയ്യുമ്പോഴുള്ള അവസ്ഥ. മോളിങ്ങനെ സൈഡിൽ തന്നെ വന്നിരുന്ന് കരയോ. ഞാൻ എന്ത് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ പറ്റൂല കേട്ടോ. ഞാനിങ്ങനെ ഓളെ അരിയെ തന്നെ ഇരുന്നിട്ട് കളിക്കണം. അതാണ് ഓളെ മെയിൻ പണി. അന്നെ വേണ്ട മോളെ. ഓളെന്തെങ്കിലും കുരുത്തക്കേട് കളിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കിയിട്ട് ഓളിങ്ങനെ കലമ്പണം അല്ലെങ്കിൽ വേണ്ടെന്ന് പറയണം. അതുവരെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നമ്മളൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് കാണിച്ചു തരും. അപ്പം ഞാൻ അങ്ങനെ ചെയ്യണ്ടെന്ന് പറയുന്നവരെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതാ ഇപ്പോൾ കണ്ടത്. ചെടികൾ ഫുള്ള് പൊട്ടിച്ചിട്ടിനി. അപ്പോൾ നമ്മൾ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നിർത്തും. അപ്പോൾ അതുവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇവിടെ കളി. അങ്ങനെ ഇതാ ഈ ഒരു കാടെല്ലാം എടുത്തിട്ട് ഫുള്ള് വലിച്ചു വാരി ഇട്ടിട്ട് കേട്ടോ. ഞാൻ എന്താണെന്ന് അടുക്കി ഒതുക്കി വെക്കുന്നത് അത് നോക്കി വലിച്ചിടലാന്ന് ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ ഈ ഒരു കാട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചു തരും കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. നല്ല കുട്ടികൾക്ക് നല്ല ലേൺ ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് കാർഡ് തന്നെയാണ് കേട്ടോ. അതിങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞു ബുക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്, ഒരു സ്ലേറ്റ് പോലത്തെ. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് റീഡ് ചെയ്യുന്ന ഒരു കാർഡാണ് കേട്ടോ. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ബഹ്റൈനിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു. അതാണ് ഇത്രയും കുറേ സെറ്റ് ഓഫ് കാർഡ് കാണുന്നത്. ഇതിന് നേരെ ഹാഫേ ഉണ്ടാവും കേട്ടോ ഒരു സെറ്റിൽ. ഇങ്ങനെ ഇതാ എല്ലാം എടുത്ത് അവിടെ നിന്ന് വലിച്ചിരുന്നിട്ട്. അപ്പോൾ കൂടുതൽ ടൈം വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ വലിച്ചിടും. അതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് കൂട്ടിയിട്ട് മേലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തുണിയെല്ലാം മാറിയിടാനുണ്ടേനു അലക്കിയത്. അപ്പോൾ അത് അറിയിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എവിടെ പോകുമ്പോൾ എൻ്റെ ബേക്കുന്നേ വരും കേട്ടോ. ഞാൻ കൂട്ടാണ്ട മേലെ പോയിനെങ്കിൽ താഴ്ന്ന ഒരേ കരച്ചിലായിരിക്കും. അതുകൊണ്ടാണ് കൂട്ടിയിട്ട് മേലെ ടെറസിലേക്ക് പോയിട്ടുണ്ടായത്. അങ്ങനെ ഇതാ തുണിയെല്ലാം മാറിയിട്ട് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ അനിയത്തിമാരും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ മോക്ക് ഇങ്ങനെ ബോറടിച്ചിട്ട് തന്നെ ഇങ്ങനെ പെരാന്താക്കുന്നത്. അപ്പോൾ ഇതാ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ വന്നിട്ടുണ്ട്. അങ്ങനെ ഉപ്പ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു ഇങ്ങനെ കളിച്ചോളും കേട്ടോ. അപ്പോൾ ഉപ്പ കുറച്ച് പച്ചമുന്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുണ്ട് കേട്ടോ. അങ്ങനെ അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഉച്ചക്കേക്ക് വേണ്ടിയിട്ട് മീൻ പൊരിക്കുന്നുണ്ട്. അയിലയും മത്തിയുമാണ് കേട്ടോ പൊരിക്കുന്നത്. പിന്നെ നമ്മളെ സ്വന്തം പച്ചക്കായ് വറവും കൂടിയുണ്ട്. പച്ചക്കായ് വറവ് നല്ല ടേസ്റ്റ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ചക്കായ് കൊണ്ടുള്ള വറവ്. അപ്പോൾ ചോറും മീൻ കറിയും പച്ചക്കായ് വറവും മീൻ പൊരിച്ചതുമാണ് കേട്ടോ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കഞ്ഞിവെള്ളം കുടിക്കുന്നുണ്ട്. ചൂടോടെ കഞ്ഞിവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ ആ ഒരു രസം പോവും. ചോറ് തിന്ന് കഴിഞ്ഞിട്ടൊന്നും കുടിക്കാൻ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചോറ് തിന്നതിന് മുന്നേ കഞ്ഞിവെള്ളം കുടിക്കണം. അന്നേരമാണ് കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുക. അങ്ങനെ ഇതാ കഞ്ഞിവെള്ളം കുടിച്ച് കഴിഞ്ഞ് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്.
പിന്നെ തൈരും അച്ചാറെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു സർപ്രൈസ് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇത് വാലൻറ്റൈൻസ് ഡേൻ്റെ അന്നെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്ന് പെട്ടെന്ന് ആരോ വന്ന് ബെല്ലടിച്ചിനേനു. നോക്കുമ്പോൾ വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റായിട്ട് ഹസ്ബൻഡ് പെട്ടെന്ന്, ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, ഒരു കേക്കും ഒരു കുഞ്ഞു ടെഡ്ഡി ബിയറും കൂടി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഹാങ് ഓവറെല്ലാം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നഗ്ഗറ്റ്സ് ആക്കി പൊരിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് അന്നേരം കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഉപ്പയും കൂടി വന്നിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉപ്പ ചോറ് തന്നിട്ട് കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി വരെ കേക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് ഉപ്പ വന്നിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉപ്പാനെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് തേങ്ങ ചേർന്നാനുണ്ടായിരുന്നു. അങ്ങനെ ഇതാ തേങ്ങ ചേർന്നാൻ വേണ്ടി ഇരുന്നാൽ ഇതാണ് കേട്ടോ അവസ്ഥ. എൻ്റെ മുന്നിൽ വന്നിട്ടിരിക്കും ഇങ്ങനെ ബൈക്കിലിരുന്ന പോലെ. പിന്നെ ഇങ്ങനെ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കും മടുത്തിട്ട് ഇറങ്ങിപ്പോക്കാന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചിരണ്ടാൻ ഭയങ്കര പണിയാന്ന്. തേങ്ങ ചിരണ്ടുമ്പോൾ തേങ്ങ ഇങ്ങനെ വാരിയിട്ട് തിന്നൊന്നും ചെയ്യില്ല കേട്ടോ, വാരി ചാടണം. അതാണ് നമ്മളെ മെയിൻ ഹോബി. അങ്ങനെ ഇതാ ഞാൻ തേങ്ങ ചിരണ്ടുന്ന സമയത്ത് ഇടുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അതും പകുതിക്ക് വെച്ചിട്ട് പോകേണ്ടി വന്ന്. അങ്ങനെ ഈവനിങ് എല്ലാം ആയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ ഇതാണ് ഫുൾ അവസ്ഥ. എന്തെങ്കിലും ഒരു ദേഷ്യം പിടിച്ച് കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ വലിച്ചിടും കേട്ടോ. പിന്നെ അതിങ്ങനെ എടുത്ത് വെക്കണം. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും വലിച്ചിടും. അപ്പോൾ ഓളിങ്ങനെ അവിടെ നിന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ എടുത്ത് വെക്കാൻ. പിന്നെ കുറച്ച് കേങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ അത് പുഴുങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് മുന്തിരി ജ്യൂസ് അടിക്കാനുണ്ടായിരുന്നു. ഇതിങ്ങനെ തിന്നാൻ പറ്റാത്ത ജ്യൂസ് അടിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മുന്തിരിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് ജ്യൂസ് അടിക്കൽ. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ പുഴുങ്ങിയെടുക്കും. എന്നിട്ട് അത് തണിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൻ്റെ ചൂടെല്ലാം പോയി കഴിഞ്ഞാൽ ജ്യൂസ് അടിക്കും കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ ജ്യൂസ് അടിച്ചാൽ വായെല്ലാം ഒരു ചൊറിയൂലേ, കുടിക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നമ്മളെപ്പോൾ മുന്തിരി ജ്യൂസ് അടിക്കുമ്പം ഇങ്ങനെ തന്നെയാണ് കേട്ടോ അടിച്ച് കുടിക്കൽ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്, ഭയങ്കര രസമാണ്. പിന്നെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മീഷോന്ന് ഓർഡർ ആക്കിയതാണ്. അങ്ങനെ ഇതാ ആ ഒരു കൊറിയർ വന്ന് അതെല്ലാം അൺബോക്സ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി ഒരു ഹുഡിയാണ് കേട്ടോ. ഹുഡി അല്ല, ഒരു സെക്ടർ പോലത്തെ ഒരു സംഭവമാണ്. എനിക്കൊരു പാൻറ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മീഷോ ഹോള് ഞാൻ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ. അങ്ങനെ ഇതാ രാത്രി ഉപ്പ വന്നപ്പോൾ കേക്ക് കട്ട് ചെയ്ത് നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. ബേക്ക് സ്റ്റോറിലെ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റ് കേക്ക് ഒരിക്കൽ ബേക്ക് സ്റ്റോറിൽ നിന്ന് ചോക്ലേറ്റ് കേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ റെഡ് വെൽവെറ്റ് ആദ്യമായിട്ടാണ് അവിടുത്തെ കഴിക്കുന്നത്. നല്ല അടിപൊളി, നല്ല വായിലിട്ട് ഇങ്ങനെ മെൽട്ടായി പോകുന്ന ഒരു ടൈപ്പ് കേക്കായിരുന്നു. പിന്നെ ഇതാ എൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ വീട്ടിൽ കമ്പനി സ്റ്റഡിക്ക് വന്നപ്പോൾ കുറച്ച് കുൽഫിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ബോക്സ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുൽഫിയെല്ലാം എടുത്തിട്ട് കഴിച്ചു. അങ്ങനെ ഇതാ കുൽഫിയെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കഴിക്കുന്നെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം തന്നുന്നുണ്ടെങ്കിൽ മോക്കത് ഫസ്റ്റ് വേണ്ടി വരും കേട്ടോ. അങ്ങനെ ഓക്കും കൂടി കൊടുക്കുന്നുണ്ട്. കുൽഫിയെല്ലാം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിലത്തെല്ലാം ആകെ ഫുള്ള് ക്ലീൻ ആക്കലാന്ന് ഏറ്റവും വലിയ പണിയുണ്ടാവുക. അങ്ങനെ ഇതാ നല്ല ഒരു എന്തോ ഒരു ഫ്ലേവറേനു, ഓർമ്മയില്ല, ബൂസ്റ്റോ കോഫി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കഴിച്ചിങ്ങനെ രാത്രി ഇങ്ങനെ വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ വെറുതെ ഇരിക്കലാന്ന്. അങ്ങനെ ഇതാ മീഷോന്ന് ഞാൻ കുറച്ചുകൂടി സംഭവങ്ങളെല്ലാം ഓർഡർ ചെയ്തതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇപ്പോൾ അൺബോക്സ് ചെയ്യലേനു. അതൊന്നും അന്നേരം അൺബോക്സ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല, കുഞ്ഞു സാധനങ്ങളേനു. അങ്ങനെ ഇതാ ഇത് നമ്മുടെ സ്കാപ്പെല്ലാം സ്ക്രബ് ചെയ്യുന്ന ഒരു ചീപ്പ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഷാമ്പൂ ഇട്ടിട്ടും അല്ലാണ്ടും എല്ലാം സ്ക്രബ് ചെയ്യുക. പിന്നെ ഇതാ ഇത് കുറച്ചൊരു മണി പ്ലാന്റ് ആ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റൂമിലൊന്ന് ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി, നല്ല ക്വാളിറ്റിയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഹോൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, ചെയ്യണം. അങ്ങനെ ഇതാ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിയത്തെ ഫുഡ് എന്ന് പറയുന്നത് ഞണ്ട് കറിയാണ്. ഞണ്ട് കറിയും പത്തലുമാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായത്. ഞണ്ട് കറിക്ക് അധികവും ചപ്പാത്തിയാണ് ആക്കൽ. പക്ഷേ ഇപ്പോൾ ഗോതമ്പൊടി അങ്ങനെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് വിചാരിച്ച് പത്തലാക്കാന്ന്. അപ്പോൾ ഞണ്ട് കറിയും ചപ്പാത്തിയാണ് കേട്ടോ, അടിപൊളി കോംബോ. അപ്പോൾ നമ്മൾ ഇന്ന് പത്തലാണ് ആക്കിയത്. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. ഇനി എപ്പോൾ മടിയില്ലാണ്ട് എല്ലാ ദിവസവും ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് കൂടി ചെയ്യുക. കമൻറ്റെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ഞണ്ട് കറിയെല്ലാം ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാനല്ല കേട്ടോ ആക്കിയത്, ഉമ്മയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പാലും കൂടി കുടിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.